സയ്യിദ് കുടുംബത്തിലെ പ്രമുഖനാണ് മഹത്തായി മസ്ജിദിന് തുടക്കം കുറിക്കുകയും ഉദ്ഘാടനം നടത്തുകയും ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ശേഷം കേരളം കണ്ട ഏറ്റവും വലിയതായിരിക്കുന്ന മുദരിസ് താഴക്കോട് കുഞ്ഞലി മുസ്ലിയാർ എന്ന പേരിൽ അറിയപ്പെട്ട മഹാൻ ദീർഘകാലം ഇവിടെ ദർസ് നടത്തി. അക്കാലത്തെല്ലാം ആത്മീയതയ്ക്ക് വേണ്ടതിലധികം പ്രാധാന്യവും സാന്നിധ്യവും ഉണ്ടായതായ മഹത്തായതായിരിക്കുന്ന ഈ മസ്ജിദ് അൽഹംദുലില്ലാ നാട്ടുകാരുടെ സ്വന്തം ചെലവിൽ മറ്റു പല സഹായങ്ങളൊന്നും ഇല്ലാതെ തന്നെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നതും അതിൻ്റെ ഭൗതികമായതായിരിക്കുന്ന മനോഹാരിത വേണ്ട വിധം ആസ്വദിക്കാൻ പറ്റുന്ന വിധത്തിൽ തന്നെ നിർമ്മാണം പൂർത്തിയാക്കി. ഇപ്പം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിക്കുന്ന ഏതൊരാൾക്കും ഈ വഴി സഞ്ചരിക്കുമ്പോൾ ഏതാണ് ആ പള്ളി എന്ന് ചോദിക്കാതിരിക്കാൻ കഴിയില്ല. അത്രയ്ക്ക് പ്രൗഢമാണ്. അത് ബാഹ്യമായതായിരിക്കുന്ന പ്രൗഢി ബഹുമാന്യനായതായിരിക്കുന്ന സയ്യിദുൽ ഉലമ ഉണർത്തിയതുപോലെ തന്നെ അധ്യക്ഷൻ ഇവിടെ ആവർത്തിച്ചതുപോലെ തന്നെ ഈ മനോഹാരിത ബാഹ്യമായ ഈ പ്രൗഢിയിൽ ഒതുക്കി നിർത്താതെ 2000-ഓളം വരുന്ന അല്ലെങ്കിൽ 1500-ഓളം വരുന്ന മഹല്ല് നിവാസികൾ തിങ്ങിത്താമസിക്കുന്ന ഈ പള്ളിയിൽ മതരംഗത്തുള്ള പ്രൗഢി കാത്തു സൂക്ഷിക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിച്ചാൽ അകവും പുറവും ഒന്നുപോലെ പ്രൗഢമാകും. അല്ലാഹു തആല അതിലേക്ക് എത്തിക്കുമാറാകട്ടെ. പറഞ്ഞതിൻ്റെ താല്പര്യം പള്ളിയിൽ വൈജ്ഞാനികമായതായിരിക്കുന്ന മികവ് പുലർത്താൻ ഉതകുന്ന ക്ലാസുകളും സംവിധാനങ്ങളും ഉണ്ടാകണം. ജമാഅത്ത് നന്നായി നടന്നുകൊണ്ടിരിക്കണം. ലാ സ്വലാത്ത ലിജാലിൽ മസ്ജിദ് ഇല്ലാ ബിൽ മസ്ജിദ്, അയൽക്കാർക്ക് പള്ളിയിൽ വന്നുകൊണ്ടല്ലാതെ നിസ്കരിക്കാൻ പാടില്ലെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തിച്ചായിരിക്കുന്ന നിർദ്ദേശം. കുരുടനായിട്ട് പോലും ബാങ്ക് കേൾക്കുമെങ്കിൽ പള്ളിയിൽ വരണമെന്ന് നിർദ്ദേശിച്ചതായിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശം ഇതിൻ്റെ പരിസരവാസികളെങ്കിലും പരിപൂർണമായി പാലിക്കണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഇവിടെ പ്രദർശിപ്പിക്കപ്പെട്ട കുന്തവും തലണിയും അത് മഹാനായ മമ്പുളം തങ്ങളുടെ സംഭാവനയാണ്. അകലെ നിൽക്കുന്നവരത് കണ്ടോ കേട്ടോ എന്ന് എനിക്കറിയില്ല. മഹാനായതായിരിക്കുന്ന പാണക്കാട് തങ്ങളുടെ കൈകൊണ്ട് ഇവിടെ പ്രദർശിപ്പിച്ചതായിരിക്കുന്ന പള്ളി ആ കുന്തം അത് തങ്ങൾ നൽകിയതാണ്. ഈ പള്ളിക്ക് അധ്യയനം ചെയ്തായിരിക്കുന്ന സംഭാവനയുടെ ഭാഗമാണത്. ഇന്നും ഇവിടെ മൗലിദിലും അതുപോലെയുള്ളതായിരിക്കുന്ന ആത്മീയ സദസ്സുകളിലും പ്രദർശിപ്പിക്കാറുള്ള ഉപയോഗിക്കാറുള്ള ബറക്കത്തിന് വേണ്ടിയിട്ട് വെക്കാറുള്ള തലയണി മഹാനായതായിരിക്കുന്ന മമ്പളം തങ്ങളുടേതാണ്. ഇതിന് തുല്യമായതായിരിക്കുന്ന മനോഹാരിതയുള്ളതായിരിക്കുന്ന പള്ളി കേരളത്തിൽ വേറെ ഉണ്ടോ എന്ന കാര്യം സംശയമാണ്. ഉണ്ടെങ്കിൽ തന്നെ അത്യപൂർവമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് നിങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്, അത് നിങ്ങളുടെ പ്രൗഢിയാണ്. കാത്തു സൂക്ഷിക്കാൻ ഖിയാമത്ത് നാൾ വരെ നിലനിർത്താൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാ പള്ളി ശ്രദ്ധിക്കപ്പെടുന്ന രൂപത്തിലായിട്ട് സാന്നിധ്യം കൊണ്ട്, സമ്പത്ത് കൊണ്ട്, അല്ലാത്ത മനസ്സുകൊണ്ട് ഏതെല്ലാം വിധത്തിൽ ഇതിന് സഹകരിച്ച ആളുകളുണ്ടോ അവർക്കൊക്കെ അല്ലാഹു തആല അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. മസ്ജിദുൻ നബവി നിർമ്മാണം നടത്തിയപ്പോൾ ചെറിയൊരു ആക്ഷേപം ഉയരുകയുണ്ടായി. പഴയ കാലത്ത് മസ്ജിദുൻ നബവി ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ് മനോഹരമാക്കുന്നതിൻ്റെ തുടക്കം കുറിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തുള്ളായിരിക്കുന്ന പള്ളിക്ക് ചുമലുണ്ടായിരുന്നില്ല. ഈത്തപ്പന മുറിച്ച് അതിൻ്റെ ഓല കൊണ്ട് മേയുകയും തടി കൊണ്ട് തൂണ് നിർമ്മിക്കുകയും ചെയ്തു. അടിയിൽ മണലായിരുന്നു. ചുമലില്ലാത്തത് കൊണ്ട്, ഭിത്തിയില്ലാത്തത് കൊണ്ട് നായ്ക്കൾ അങ്ങും ഇങ്ങും നടക്കാറുണ്ടായിരുന്നു. എന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വലാത്തുൻ ഫീ മസ്ജിദി ഹാദാ ഖൈറുൻ മിൻ അൽഫി സ്വലാത്തിൻ ഫീമാ സിവാഹ്. മറ്റുള്ള പള്ളിയേക്കാൾ 1000-ലധികം പ്രതിഫലമുണ്ട് മഹത്തായ ഈ പള്ളിക്ക്. സ്വലാത്തുൻ ഫീ മസ്ജിദി ഹാദാ, എൻ്റെ ഈ പള്ളിയിലുള്ള നിസ്കാരം ഖൈറുൻ മിൻ അൽഫി സ്വലാത്തിൻ ഫീമാ സിവാഹ്, മറ്റുള്ളതിൽ 1000 നിസ്കരിക്കുന്നതിനേക്കാൾ ഉത്തമമാണ്. ഇല്ലൽ മസ്ജിദ് അൽ ഹറാം, മക്കത്തെ പള്ളി ഒഴിച്ച്. മക്കത്തെ പള്ളി ഇതിനേക്കാൾ പോലീസുള്ളതാണ്. ആ പള്ളി വളരെ ചെറുതായിരുന്നു. ഇപ്പം ഹജ്ജ് ഉംറയ്ക്ക് പോകുന്നവർക്കെല്ലാം നോക്കിയാൽ കാണാം, തൂണിൻ്റെ മുകളിൽ ഹദ്ദു മസ്ജിദുൻ നബവി എന്ന അറബിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. വായിക്കാൻ പറ്റുന്നവർക്ക് വായിച്ചാൽ കാണും. ചുരുങ്ങിയ സ്ഥലം മാത്രമേ ഉള്ളൂ. പുരാതന പള്ളിയുടെ അതിരുകൾ എന്നാണ് അതിൻ്റെ അർത്ഥം. പുരാതന പള്ളിയുടെ അതിരുകൾ എന്ന് പറഞ്ഞിട്ട് മസ്ജിദുൻ നബവിയുടെ തൂണുകളുടെ മുകളിലുണ്ട്. അതിൻ്റെ ശേഷം ഇന്ന് കാണുന്ന മനോഹരമായതായിരിക്കുന്ന ആ പ്രൗഢമായതായിരിക്കുന്ന ശില്പത്തിൻ്റെ മനോഹാരിതയ്ക്ക് ഉദ്ഘാടനം നിർവഹിച്ചത് മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു തങ്ങളാണ്. അപ്പോൾ ആളുകൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടാക്കിയ പള്ളിയിൽ മാറ്റം വരുത്തുകയാണ്. നബിയുടെ പള്ളി തഖ്വയിൽ അധിഷ്ഠിതമായിരുന്നു. അള്ളാഹുവിൻ്റെ അടുക്കൽ മനോഹരമാണത്. ബാഹ്യമായതായിരിക്കുന്ന കലാരൂപങ്ങളൊന്നും അതിലില്ലെങ്കിലും
ആന്തരികമായതായിരിക്കുന്ന കലാരൂപം അതിലേക്കുണ്ട്, വൈജ്ഞാനിക മികവുണ്ട്, തക്കവയിൽ അധിഷ്ഠിതമാണ്. നിങ്ങൾ ഈ ചെയ്യുന്നത് ശരിയല്ല എന്ന് ഭരണാധികാരിയെ ആക്ഷേപിച്ചു. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു തങ്ങൾ അതിന് കൊടുത്ത മറുപടി, മൻ ബനാ ലില്ലാഹി മസ്ജിദൻ ബനല്ലാഹു മിസ്ലഹു ഫിൽ ജന്ന. ഒരാൾ പള്ളി അള്ളാഹ്ക്ക് വേണ്ടിയാണ് നിർമ്മിച്ചത് എങ്കിൽ, മൻ ബനാ ലില്ലാ, അള്ളാഹുവിൻ്റെ താല്പര്യത്തിന് വേണ്ടി, അള്ളാഹിൻ്റെ പൊരുത്തത്തിന് വേണ്ടി ആണ് പള്ളി നിർമ്മിച്ചതെങ്കിൽ, ബനല്ലാഹു മിസ്ലഹു ഫിൽ ജന്ന, സമാനമായത് സ്വർഗത്തിൽ അള്ളാഹു തആല അദ്ദേഹത്തിന് നൽകുന്ന. അപ്പൊ പള്ളിയുടെ നിർമ്മാണ സമയത്തുള്ളായിരിക്കുന്ന ഉദ്ദേശശുദ്ധിയാണ് ഏറ്റവും പ്രധാനം എന്ന് താല്പര്യം. അത് കേട്ടപ്പോൾ സ്വഹാബത്തിനിക്കൊന്നും പിന്നെ മറ്റൊന്നും പറയാനുണ്ടായിരുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തഖ്വയിൽ അധിഷ്ഠിതമാണ് പള്ളിയുടെ നിർമ്മാണവും അതിൻ്റെ നടത്തിപ്പും എങ്കിൽ സമാനമായത് സ്വർഗത്തിൽ കിട്ടും. ആ ഗണത്തിൽ ഈ മനോഹരമായതായിരിക്കുന്ന പള്ളിയെയും അതിന് പണം ചെലവഴിച്ചവരെയും അതിനധ്വാനിച്ചവരെയും അല്ലാഹു തആല ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇഖ്ലാസ് ഇല്ല, അപ്പുറത്തൊരു പള്ളിയുണ്ട്, അതുപോലെ നമ്മൾ ഇത്രയും പണക്കാരിവിടെ ഉണ്ടായിട്ട് നമുക്ക് അങ്ങനത്തെ ഒരു പള്ളിയില്ലല്ലോ, അപ്പോൾ അതുകൊണ്ടിട്ട് അതിനെ വെല്ലുന്നൊരു പള്ളി എന്നായിരുന്നു മിനാരങ്ങളുടെ ഉദ്ദേശമെങ്കിൽ അത് ഇതിൽ പെടൂല കേട്ടോ. എല്ലാവരും വില കൂടിയ കാർപ്പറ്റാണ്, നമുക്കായിട്ട് ഇനി അത് ഇല്ലാഞ്ഞാൽ പറ്റൂലല്ലോ എന്ന ഉദ്ദേശമാണ് കാർപ്പറ്റിൻ്റെ പിന്നിൽ എങ്കിൽ അത് ചിന്തിക്കേണ്ടതായി വരും. എല്ലാവരുടെ പള്ളിയിലും ധാരാളം ലൈറ്റുണ്ട്, നമ്മളെ പള്ളിയിൽ അത് ഇല്ലാതെയായാൽ പറ്റൂലല്ലോ. മറ്റോല പള്ളിക്ക് അതുണ്ട്, മറ്റോല പള്ളിക്ക് അതുണ്ട്, അപ്പം നമുക്ക് പള്ളിക്കും വേണം എന്നാണെങ്കിൽ അതിനെപ്പറ്റി ആലോചിക്കേണ്ടതായിട്ട് വരും. അതുണ്ടാകാൻ പാടില്ല എന്നാണ് പറയുന്നതിൻ്റെ താല്പര്യം. മൻ ബനാ ലില്ലാ, അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടിയിട്ടായിരിക്കും നിർമ്മിക്കുന്നതും നടത്തിക്കുന്നതൊക്കെ. അപ്പം അതുകൊണ്ടിട്ട് ആ ഒരു ഉദ്ദേശത്തിൽ പടുത്തുയർത്തിയതാകണം. ഇതിന് മുമ്പന്തിയിൽ നിന്നായിരിക്കുന്ന ബഹുമാന്യനായതായിരിക്കുന്ന സുഹൃത്ത് നാസർ മാഷ്, പിന്നെ നിങ്ങളുടെ സെക്രട്ടറി, ബഹുമാന്യനായതായിരിക്കുന്ന നിങ്ങളുടെ പ്രസിഡന്റ് വലിയ ആലിമാണ്. അപ്പം അദ്ദേഹം നേതൃത്വം നൽകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ പാളിച്ച പറ്റാൻ സാധ്യതയില്ല. ഇക്കാര്യങ്ങളൊക്കെ അദ്ദേഹം നിങ്ങളെ ഉണർത്തുകയും ഉപദേശിക്കുകയും ചെയ്തിട്ടുണ്ടായിരിക്കാം. അതോടുകൂടെ ഇനി അങ്ങോട്ടുള്ളായിരിക്കുന്ന ഇതിൻ്റെ ഇമാറത്ത് അത് വളരെ സുപ്രധാനം. ഇതിപ്പോൾ കഴിഞ്ഞു, ലൈറ്റ് വെച്ചോണ്ട് കുടഞ്ഞ് അത് ഓഫാകുന്നത് വരെ അതിൻ്റെ നീളം അതിനൊന്നും ചെയ്യേണ്ടതില്ല. പക്ഷേ ഇനി ഇമാറത്ത് മസാജിദും അമിറത്തും ഖറാബും മിനൽ ഹുദ, പ്രൗഢമായാൽ പോരാ, അത് ഖറാബും മിനൽ ഹുദയായാൽ അത് ആഖിറു സമാന്റെ പള്ളിയുടെ രൂപമായി പോകും. അതുകൊണ്ട് ഇന്നത്തേതുപോലെ അല്ലെങ്കിലും നിറഞ്ഞ സദസ്സുകളും തികഞ്ഞ ആത്മാർത്ഥതയും വൈജ്ഞാനിക മേഖലയിലായിരിക്കുന്ന കഴിവ് തെളിയിക്കുന്ന പ്രഗത്ഭരായതായിരിക്കുന്ന ആളുകളുടെ സാന്നിധ്യത്തിലായിരിക്കുന്ന ദർസും ഇങ്ങനെ ഇൽമിയായതായിരിക്കുന്ന മുന്നേറ്റവും ജമാഅത്ത് ജുമാഅത്ത് തുടങ്ങിയതായിരിക്കുന്ന കാര്യങ്ങളും ഇഅ്തികാഫ് പോലെയുള്ളതായിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ ഇൻഷാ അല്ലാഹ് ബാഹ്യമായതായിരിക്കുന്ന ഈ മനോഹാരിത പോലെ തന്നെ ആന്തരികമായതായിരിക്കുന്ന പ്രൗഢിയും ഉണ്ടാകും. പണം ചെലവഴിച്ചവർക്കൊക്കെ സന്തോഷിക്കാൻ വകയുണ്ടാകും. ബനല്ലാഹു മിസ്ലഹു ഫിൽ ജന്ന, സമാനമായത് സ്വർഗത്തിൽ ലഭിക്കും. അല്ലാഹു ആ ഗണത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. കൂടുതലൊന്നും പറയാനുള്ള സമയമല്ലല്ലോ. ആ മൂലയിൽ കാണുന്ന ബോക്സ് ബഹുമാനപ്പെട്ട സെക്രട്ടറിയോട് ഞാൻ ചോദിച്ചു, അത് ആ മൂലയിൽ നിങ്ങൾ കാണുന്നുണ്ടോ? ഷോക്കേസ് അത് തങ്ങളുടെ തലയണയും കുന്തവും സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുണ്ടായതാണ്. മറ്റൊരു പള്ളിയിൽ അത് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ എൻ്റെ അറിവിലില്ല. ഏതായിരുന്നാലും മമ്പറത്ത് ചിലപ്പോൾ ഉണ്ടായി എന്ന് വന്നേക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ ഇനി എവിടേക്കുള്ളത് എന്നുള്ളത് അങ്ങനെ പറയാൻ കഴിയൂല. ഏതായിരുന്നാലും അത് കാണാൻ കഴിഞ്ഞതിൽ, സ്പർശിക്കാൻ കഴിഞ്ഞതിൽ അതൊരു അനുഗ്രഹമായി ഞാൻ കാണുന്നു. മഹാനായതായിരിക്കുന്ന പാണക്കാട് തങ്ങളുടെ കരങ്ങളെ കൊണ്ട് ജനങ്ങൾക്ക് അത് പ്രദർശിപ്പിക്കുകയും ചെയ്തു. അൽഹംദുലില്ലാ, പ്രൗഢമാണ്, സന്തോഷമാണ്, മുബാറക്കാണ്. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما. اللهم لا تجعل فينا ولا منا ولا معنا شقيا ولا مطرودا ولا محروما. റഹ്മാൻ റഹീമുമായ രാജസയ്യിദായ തമ്പുരാനെ, മഹത്തായി മസ്ജിദിൻ്റെ ആരംഭം മുതൽ ഇന്ന് വരെ ആരെല്ലാം ഇതിൽ സഹകരിച്ചോ സഹായിച്ചോ എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകണമേ തമ്പുരാനെ. അവരുടെ അയമാലുകളൊക്കെ ഖാലിസായതായിരിക്കുന്ന രൂപത്തിൽ നീ കബൂലാക്കണമേ തമ്പുരാനെ. ഇതിൻ്റെ പരിസരങ്ങളിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഴുവൻ മഹാന്മാരുടെക്കും ഉഹ്റവിയായ ജീവിതം സന്തോഷത്തിലാക്കണമേ തമ്പുരാനെ. എല്ലാവരെയും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാലത്ത് നബി നൽകുന്നതായിരിക്കുന്ന ഹൗദുൽ കൗസർ പാനം ചെയ്ത് സ്വർഗത്തിൽ ഒത്തുകൂടാനുള്ള സൗഭാഗ്യം നൽകണമേ റഹ്മാനെ. വിനീതരായ ഞങ്ങളും അതിൽ ഉൾപ്പെടുത്തണമേ തമ്പുരാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.